അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മൾ ഹനുമാൻ മന്ദിർ എന്ന് പറയുന്നൊരു സ്ഥലം കാണാൻ പോകുന്നത്. ഇവിടെ ഈ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുള്ളൊരു സ്ഥലമാണ്. സംഭവം എന്താണെന്ന് വലിയ ഐഡിയൊന്നുമില്ല. ഇവിടെ എല്ലാവരും കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനും വന്നു. ഇപ്പോൾ മറ്റേ ഒരു ബ്രാഹ്മണന്മാരുടെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ തമിഴ്നാടിൻ്റെ സൈഡിലുള്ളൊരു അമ്മരിങ്ങനെയല്ല പറയാം, ചന്ദ്രകുട്ടി ഇതൊക്കെ അവഹേളിക്കുന്നല്ല, ബട്ട് കൈൻഡ് ഓഫ് അല്ലേ. ആക്ച്വലി ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് എത്രയോ കുറേ കാലം പഴക്കമുള്ളൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ഗോപ്രോൻ്റെ മെമ്മറി കാർഡിൻ്റെ സൈസ് വളരെ കുഞ്ഞിതായതിനാൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുഷ്കിൽ ഹോത്തായി എന്ന് പറയും ഹിന്ദിയിൽ. സോ എൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവാണ്. ഒരു മെമ്മറി കാർഡ് ഒന്നെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വേറെ വഴിയില്ലാണ്ട് ചത്തുപോയനെ. ഫുള്ള് തിരക്കുണ്ട്. അവിടെ അത്രയും ക്യൂ കഴിഞ്ഞിട്ടാണ്, ആ ബാക്കിൽ കണ്ട ക്യൂ മൊത്തം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആ 5-7 വരി മൊത്തം റൗണ്ട് അടിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഈ ക്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്ട്രേറ്റിൽ. ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. എത്ര വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. സോ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആർമിക്കാരുണ്ട്. സോ അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ് അനുവദീയമല്ല, ഫോണും ക്യാമറാസും ഷട്ട് ഡൗൺ ചെയ്തിട്ട് മാത്രമേ ഇതിനുള്ളിൽ കയറാവുള്ളൂ. ബട്ട് ഇപ്പോൾ നമ്മൾ പിടിക്കുന്നത് ഇല്ലീഗലാണ് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറേ ഇത് പൊളിഞ്ഞ് എത്രയോ പഴക്കം ചെന്നൊരു അവസ്ഥയിലേക്ക് ആയി മാറിയിരിക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അവരിതിൽ വലിയ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് ആ ഭിത്തിയിൽ ഇടിഞ്ഞ് വീഴുന്നുള്ളൊരു സാധനത്തിന് അവരെന്താ ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസിൽ ഒരു കമ്പി പോലത്തെ ഒരു മറയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇടിഞ്ഞ് ഇളകി വരില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ആർമിക്കാരാണ് കേട്ടോ ഫുള്ള് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം എത്രയോ പഴക്കം ചെന്നതായതുകൊണ്ട് അതിൻ്റേതായൊരു ഇതുണ്ടാവും. നമ്മളൊരു സോള ബൈബിലാണ് ഇപ്പോൾ ഫുള്ള് സംഭവം എടുക്കുന്നത്. മുടി വെട്ടാനായിട്ടോ ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പാണ് സംഭവം. നല്ല രസമുണ്ട് ഉള്ളിൽ കാണാൻ കേട്ടോ. പറയുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സെൻറ്റിൽ കണ്ട കമ്പി ഇട്ടേക്കുന്നത്. ഈ കമ്പി ഇട്ടേക്കുന്നത് കൊണ്ടാണ് ആ സാധനം ഒരു ഒന്നും ആവാണ്ട് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സംഭവമുണ്ട്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഹനുമാൻ്റെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പെടുത്തില്ല. എല്ലാവരും വീഡിയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിലിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മണി നമ്മളടിച്ചപ്പോൾ മണി അടിഞ്ഞില്ല ഗൈസ്. എന്താ അവസ്ഥ എന്നൊക്കെ ഇതിലടിച്ച് നോക്കാം. അതിലടിഞ്ഞു ഗൈസ്. സോ ബി സക്സസ്. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഹനുമാൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അസുരന്മാരും ദേവഗണന്മാരും ഇങ്ങനെ ടഗ് ഓഫ് വാർ നടത്തിയപ്പോൾ അതിനിടയിൽ ഹനുമാൻ വന്നിരുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോൾ ചോദിച്ചു, ഞാനിവിടെ അടുത്തുണ്ടായിരുന്ന ചെങ്ങനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് അത്. ഇപ്പോൾ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കള്ളാണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. സോ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞു. ഹായ് ഹായ്, നല്ല രസമുണ്ടല്ലേ. ദിസ് ഈസ് സരസ്വതി കൂപ്പ്. റീഫ്രഷ്മെൻ്റ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. അയ്യോ കൊള്ളാലോ ഗൈസ്. നമുക്കിപ്പോൾ ഐസ്ക്രീമാണ് വേണ്ട. ഐസ്ക്രീം ഉണ്ടാവും. തണുത്ത് ഡണ്ടവാല എന്തെങ്കിലും ഉണ്ടാവും. ഇല്ല ഗൈസ്, നമുക്ക് പറ്റിയ സാധനമുള്ളത്. ഇവിടെ സ്ലൈസ് ഉണ്ട്. സ്ലൈസ് ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഇല്ല ഗൈസ്. നമുക്ക് പറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വി ആർ എക്സൈറ്റിംഗ് ഗൈസ്. നമ്മൾ തിരിച്ച് നേരെ വന്ന സ്ഥലത്തേക്ക് വരുന്നു. ദിസ് ഈസ് സരസ്വതി കൂപ്പ്. എന്തോ സംഭവമുണ്ട്. ആർമി ഉള്ളതുകൊണ്ട് റെക്കോർഡിങ് ഓഫ് ആക്കുന്നു. ഇവർ പോയി കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്യാം. ഇതാണ് സരസ്വതി കൂപ്പ് കേട്ടോ. ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് സരസ്വതി കൂപ്പ്. സോ നമ്മൾ
കയറാൻ നിൽക്കുന്നില്ല, നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. കാരണം ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് റിലീജിയസ് പേഴ്സൺ, സോ എക്സിറ്റിങ്. ദിസ് ഈസ് ദ എക്സിറ്റ്. അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഇപ്പറേം. അതിൻ്റെ മണ്ടേന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷേ അവിടെ അമ്മമാർക്ക് കാണാൻ പറ്റും. അവിടെ VIP വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ കണ്ടു. നമുക്ക് കാണാൻ പറ്റിയെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല രസമായിരിക്കും. ഞാൻ ഐസിലെ അതിൽ പഴം വാങ്ങി 5 എണ്ണത്തിന് 30 രൂപ. ഭയങ്കര ലൂട്ടിങ്ങാണ്. പിന്നെ വിശന്നിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങ് വാങ്ങി. വാങ്ങാൻ ടേസ്റ്റൊന്നുമില്ല, വെറും വെള്ളക്ക പോലുണ്ട്. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ടും വാങ്ങി. അതിൻ്റെ ഉള്ളിലൊരു സുഖമല്ലെന്നേ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. അത് ഒന്നുമില്ല, ഒന്നുമില്ല. കുറേ ബിൽഡിങ് മാത്രം, വീഡിയോ അലൗഡ് അല്ല. ഒരുമാതിരി മെനകട്ട അപ്പോൾ ഈ പണിയൊക്കെ വരും. ഫുള്ള് ആൾക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് തിരക്ക് പിടിച്ചിട്ടോ, ഫുള്ള് തിരക്കാണ്. ഒരു രക്ഷയില്ല, നടക്കാൻ ഒരു സ്ഥലമില്ല കേട്ടോ. ശരണം അടിച്ചോട്ട് ഗോപുരം എടുത്തോട്ട് പോകാൻ പേടി. നല്ല തിരക്കാട്ടോ. ടാസ്ക് അവിടെ എപ്പോഴും അറിയില്ല. സോ ഗൈസ്, ഇവിടെ അന്നദാനം ഉണ്ട്. നമ്മൾ അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ വലിയൊരു ക്യൂ ഉണ്ട്. ഈ ക്യൂ കഴിഞ്ഞ് എവിടെയാണ് ഫുഡ് കൊടുക്കുന്നത്. സോ അന്നദാനം കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് സമയമുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ വാരണാസിയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ വന്നപ്പോൾ ആദ്യം വലിയ ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി നമുക്ക് പ്ലേറ്റ് ഇട്ടിട്ടോ. അപ്പോൾ ആൾക്കാർ ക്യൂ അങ്ങ് വരെ ക്യൂ ആവാൻ തുടങ്ങി. നമ്മൾ നിന്നതിൻ്റെ ബാക്കിലേക്ക് വരെ ക്യൂ ആവാൻ തുടങ്ങി. ഇവിടം വരെ ക്യൂ ആവാൻ തുടങ്ങി. അത് നല്ല ക്യൂ ആയിട്ടോ. അപ്പോൾ ഇടയൊന്നും ആൾക്കാരെ കയറ്റുന്നൊന്നുമില്ല. റൂൾസ് പോലീസൊക്കെ വന്നു തുടങ്ങി. പോലീസൊക്കെ പ്രൊട്ടക്ഷൻ, ലൈൻ പ്രൊട്ടക്ഷനൊക്കെ പോലീസ് വന്നു തുടങ്ങി. ചെറിയൊരു മന്ത്രിൻ്റെ ഒരു നേർച്ച പോലത്തെ പരിപാടിയായിരുന്നു. ഇപ്പോൾ അത് അന്നദാനമായി. സോ ഗൈസ്, വി ഗോട്ട് ദ ഫുഡ്. ഒരു കൈൻഡ് ഓഫ് ലെമൺ പായസം അല്ല, അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. കറക്റ്റ് എന്നാ എനിക്കറിയില്ല. കിഴങ്ങ് നല്ലോണം ഉണ്ട്. ഗോതമ്പാണോ എന്നൊരു സംശയമുണ്ട്. ബട്ട് ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ്. ഒരു കുറ്റം പറയാൻ പാകത്തിനുള്ള ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരമില്ല, പക്ഷെ പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉള്ളൊരു സംഭവം. അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു, കാരണം ഞാൻ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടില്ല. സംഭവം സെറ്റപ്പാണ്. ഞാൻ 50 രൂപയുടെ ഒരു നമ്മുടെ എന്താ പറയുക സ്വീറ്റ് കോൺ ഒരെണ്ണം വാങ്ങി. വലിയ സുഖമൊന്നുമില്ല കേട്ടോ, 5 പൈസക്കില്ല. പിന്നെ 50 രൂപ വെറുതെ കളയട്ടല്ലോ വിചാരിച്ചങ്ങോട്ട് തിറ്റുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. മടുത്തു, കാലൊക്കെ ഭയങ്കര വേനെടുക്കാൻ തുടങ്ങി. നേരെ പോന്നു, വാരണാസിക്ക് പോന്നു. അവിടുത്തെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നവരെ see you guys. സോ അടുത്ത വീഡിയോയിൽ മറക്കാണ്ട് കാണുക. സോ സപ്പോർട്ടും ലൈക്കും ആൻഡ് കമൻറ്റ്. സപ്പോർട്ട് മീൻസ് സബ്സ്ക്രൈബിങ്. ഓക്കെ, മറക്കാണ്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.